ഈ ആനയെ എങ്ങനെയാണ് ഇവിടുന്ന് ഒഴിവാക്കുക എന്നതിനെപ്പറ്റി ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾ, പഞ്ചായത്ത് മെമ്പറൊക്കെ കൂടി പറയുന്നത് ആനയെ പിടിച്ചതിന് ശേഷം മയക്കുവെടി വെച്ച് അതിനുശേഷം ആനയെ ഇവിടുന്ന് പ്രാഥമിക ചികിത്സ നടത്തി ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ആനയെ രക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ ജനവാസ മേഖലയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യം അടിയന്തരമായി മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ജനപ്രതിനിധികളെല്ലാം നിരന്തരമായി സർക്കാരിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഇനിയും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അല്ല, ഇപ്പോൾ ഞാൻ RDOയുമായിട്ട് സംസാരിച്ചപ്പോൾ ആനയെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകാൻ രീതിയിലുള്ള നിർദ്ദേശമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ആളുകളും മെമ്പർമാരും പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ആനയെ പിടിച്ച് ഇവിടുന്ന് തുരുത്തി ഓടിച്ചാൽ ആന ഇവിടുന്ന് പോകത്തില്ല. അത് മാത്രമല്ല, അക്രമാസക്തമായിട്ടുള്ള ആനയാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ കൊണ്ടുപോയി ചികിത്സ നടത്തി അത് കാട്ടിൽ കൊണ്ടുപോയി തിരിച്ചയക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിവിധി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട RDO ഇപ്പോൾ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട്. അധികം വൈകാതെ 144 ഇവിടെ പ്രഖ്യാപിക്കും. ആളുകൾ കൂടി നിൽക്കുന്നത് ആനയെ കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഉടൻ തന്നെ 144 പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് പോകും. അല്ല, മാറ്റണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ RDOയ്ക്ക് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറും ഞാനൊക്കെ നൽകിയിരിക്കുന്നത്. ആനയെ മയക്കുവെടി വെച്ച് തന്നെ മാറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ ആഗ്രഹം. അല്ല, മയക്കുവെടി വെച്ച് മാറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം കാരണം പിന്നെ ഈ ആന വീണ്ടും ഇവിടെ ആക്രമണം ഉണ്ടാക്കും. അപ്പൊ ഇവിടെ നിന്ന് ആനയെ വലിയ കാട്ടിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആന എന്നും ഇവിടെ നിന്ന് ഓടുന്നു, അവിടെ പോയി കിടക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും നിത്യ സംഭവമായി മാറുന്നു. ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് ഇറങ്ങുന്ന ആനകളുടെ കൂട്ടത്തിലുള്ള ഒരാനയാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വേണം, അതിനുള്ള നടപടികൾ, അതിനുള്ള അനുമതികൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അനുമതികൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന് ലഭ്യമാകും. അതിനുശേഷം മറ്റ് നടപടികൾ ഉണ്ടാകും.